എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശ് രാവിലെ ഓഫീസിൽ പോകാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയത്ത് ആദർശിന് ഏത് ഷർട്ട് സെലക്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ. അപ്പൊ കുറെ ഷർട്ട് എടുത്ത് വെച്ചിട്ട് ഒന്നും അങ്ങോട്ട് തെരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. ഇമ്പോർട്ടന്റ് മീറ്റിംഗുകളോ നടക്കുന്നുണ്ട് ഇന്ന്. ഈ സമയത്താണ് നയനയുടെ വരവ്. നയനെ കണ്ട ആദർശ് ചോദിച്ചു, നയന, അതെ, ഇതിൽ ഏത് ഷർട്ട് ധരിക്കണമെന്ന് ചോദിക്കുക. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് എനിക്ക് സെലക്ട് ചെയ്ത് തരാൻ പറയാം. പെട്ടെന്ന് അതിനെല്ലാം ഒന്ന് നോക്കി. പിന്നീട് ഒരു ഷർട്ട് എടുത്തിട്ട് പറഞ്ഞു, ഇത് ആദർശന് ചേരും, നല്ല കളറാന്ന് പറയണം. ആദർശ് പറഞ്ഞു, എനിക്കും ഇഷ്ടപ്പെട്ട കളറാ ഇത്, എന്റെ ലക്കി കളറാന്ന് പറയാം. അതെ, ഇന്ന് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടോന്ന് പറയാം, അതുകൊണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞെന്ന് പറയാം. നയന പറഞ്ഞു, ഇത് ധരിച്ചുകൊണ്ട് പോക്കോ. അല്ല, കാരണം ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആയതുകൊണ്ട് ഇത് നഷ്ടങ്ങളൊന്നും സംഭവിച്ചുകൂടാ, കോടികളുടെ ബിസിനസ് നടക്കണേന്ന് പറയാം. നയന പറഞ്ഞു, ഒരിക്കലും നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ധൈര്യമായിട്ട് പൊക്കോളാൻ പറയാം. ഈ സമയം ആദർശ് പറഞ്ഞു, അതെ, നിന്റെ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാണെന്ന് പറയാം. അതെ, എപ്പോഴും എന്റെ പ്രാർത്ഥന ആദർശനോടൊപ്പം ഉണ്ട്. ആദർശാണ് ധൈര്യമായിട്ട് പൊക്കോ, ഇന്നത്തെ മീറ്റിംഗ് നടക്കുമെന്ന് പറയാം. ഇനി ആദർശ് പറഞ്ഞു, മീറ്റിംഗ് നടന്നില്ലെങ്കിലോ, നഷ്ടങ്ങൾ സംഭവിക്കുന്നെങ്കിലോ? നഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് നയന പറയാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ താഴേക്കും കൂടെ പോവാണ്. ഈ സമയത്ത് ജയന് ഇങ്ങനെ ലാപ്ടോപ്പിൽ അവർ ജോലികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ദേവേനെ അടുത്തിരിക്കുന്നുണ്ട്. ജയൻ പറഞ്ഞു, ഈ തവണത്തെ ഓണം പൊടി പൊടിക്കും, കാരണം നയനമോൾ ഡിസൈൻ ചെയ്ത കുറെ ഐറ്റംസ് ഉണ്ട്, അപ്പൊ അതിനൊക്കെ വലിയ ഡിമാൻഡ് തന്നെയാ, അതുകൊണ്ട് കോടികളുടെ ലാഭം ഉണ്ടായിട്ട് ചാൻസ് ഉണ്ടെന്ന് പറയാ ഈ ഓണത്തിന്. ഇത് കേട്ടപ്പോ ദേവേനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ദേവേനെ പറഞ്ഞ് അത്രയ്ക്ക് അങ്ങോട്ട് പുകഴ്ത്തൊന്നും വേണ്ട, എല്ലാരും കൂടെ അങ്ങോട്ട് അവളെ പുകഴ്ത്തി അങ്ങോട്ട് മാനത്ത് കയറ്റി വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ ജയൻ പറഞ്ഞു, നമ്മൾ സത്യത്തെ എപ്പോഴും അംഗീകരിക്കണ്ടേ ദേവേനെന്ന് ചോദിക്കാം. അപ്പോഴാണ് ആദർശ് ഓഫീസിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി വരുന്നേ. കൂടെ നയനയുണ്ട്. അങ്ങനെ ആദർശ് വന്നു നിന്നിട്ട് ജയനോട് ചോദിച്ചു, അച്ഛാ, ഈ ഷർട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. കൊള്ളാം മോനെ, നല്ല ഭംഗിയുണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, അല്ലേലും നിന്നെ കാണാൻ ഇന്ന് നല്ല ഭംഗിയുണ്ട്, ഈ ഷർട്ട് നല്ല ഭംഗിയുണ്ടോ മോനെന്ന് പറയാണ്. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, ഇത് നയനെ സെലക്ട് ചെയ്ത് തന്നാന്ന് പറയാം. ഇത് കേട്ടതും ദേവേനയുടെ മുഖം അങ്ങോട്ട് മാറി. ദേവേന് പറഞ്ഞു, ഓ, ഇത് നിനക്ക് അത്ര അങ്ങോട്ട് ചേരുന്നില്ല എന്ന് പറയാം. ഇത് ജയൻ പറഞ്ഞു, അപ്പൊ നീയല്ലേ ഇപ്പൊ പറഞ്ഞേ ഇത് അവൻ നന്നായിട്ട് ചേരുന്നുണ്ടെന്ന്. അതെനിക്ക് അങ്ങനെ തോന്നി, പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നി ഇത് ഇത്ര പോരാന്നാ തോന്നേ, നിനക്ക് വേറൊരു കളറും കണ്ടില്ലേന്ന് ചോദിക്കുക. ആദർശ് പറഞ്ഞു, അമ്മയല്ലേ പറഞ്ഞ എനിക്ക് ചേരുന്നതെന്ന്, അത് മാത്രല്ല അമ്മ ഇങ്ങനത്തെ ഷർട്ട് കളറൊക്കെ അമ്മ കൂടുതൽ എനിക്ക് സെലക്ട് ചെയ്യുന്നേ, എന്നിട്ടാണ് അമ്മ ഇങ്ങനെ പറയണേന്ന് ചോദിക്കുക. അതെ, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയും. ആദർശ് പറഞ്ഞു, ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് കിട്ടാച്ചാന്ന് പറയണ ഇന്ന്. ഇത് കേട്ടൻ ദേവേനുണ്ട്. ഓഹോ, എന്നിട്ടാണോ നീ ഇങ്ങനത്തെ ഷർട്ട് സെലക്ട് ചെയ്തുകൊണ്ട് പോയത്, നിനക്ക് ഇച്ചിരോടെ നല്ല ഷർട്ടൊക്കെ സെലക്ട് ചെയ്ത് ഇട്ടുകൊണ്ട് പോരെന്ന് പറയാം. ഇത് കേട്ടതും നായനക്ക് വല്ലാത്ത സങ്കടമായി. നായനെ പതുക്കെ കണ്ണടിച്ച് കാണിക്കുകയാണ് ആദർശിന്റെ അച്ഛൻ, ഒന്നും മൈൻഡ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ. പിന്നീട് ആദർശോട് ഞാൻ പോയിട്ട് വട്ടെ അച്ഛാന്ന് പറയണം. അങ്ങനെ അച്ഛനോടും അമ്മയോടും നയനയോടും ഒക്കെ യാത്ര പറഞ്ഞ് ആദർശ് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് നായന അങ്ങോട്ട് അകത്തേക്ക് വരുമ്പോ ഈ സമയം ദേവേനെ പറയും, കണ്ടു, അവനാണെങ്കിൽ നല്ലൊരു ഇമ്പോർട്ടന്റ് മീറ്റിങ്ങിന് പോകുന്ന അവളുടെ ഷർട്ട് സെലക്ട് ചെയ്ത് കൊടുത്തോണ്ട് മിക്കവാറും ഒന്നും നടക്കാൻ വഴിയില്ല എന്ന് പറയാം. ജയൻ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും അവൻ വഴിയില്ല, കാരണം ആദർശിന്റെ ഒപ്പം അവന്റെ എപ്പോഴും അവന്റെ എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നയനമോളുണ്ട്, അതുകൊണ്ട് അവൻ ഒരിക്കലും ഒരിടത്തും ഒരു പരാജയം സംഭവിക്കില്ലെന്ന് പറയാം. ഇത് കേട്ടതും ദേവേനയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. പക്ഷെ എനിക്ക് ദേവേനെ അധികം പിന്നെ കൂടുതലും സംസാരിക്കാൻ പദങ്ങൾ കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന നന്ദുവും തന്നെ ഫ്രണ്ട്സോടെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് അനിയുടെ വരവ്. അനി അങ്ങോട്ട് വന്നപ്പോഴത്തേനും കൂട്ടുകാരന്മാരിൽ ഒരാൾ പറഞ്ഞു, അതെ, നീ എന്താ അനി ഇത്ര താമസം വന്നേ, കുറച്ചുകൂടെ മുമ്പ് വരണ്ടായിരുന്നു, നന്ദുവിന്റെ പെർഫോമൻസ് ഒന്ന് കാണണ്ടായിരുന്നു, 3-4 വിക്കറ്റ് അവൾ എടുത്തെന്ന് പറയാ. ഈ സമയത്ത് അനി നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി. ഇവൾക്ക് ഒരു ടെൻഷനും ഇല്ലേ, ഇവള് ഭയങ്കര കൂളായിട്ടാണല്ലോ ഇരിക്കുന്നത്, ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഇരിക്കണേ. ഈ സമയം നന്ദു അനിയോട് ചോദിച്ചു, എന്താ നീ എന്താ ഇന്ന് കളിക്കാനൊന്നും വരാത്തെന്ന് ചോദിക്കും. ഏയ് ഒന്നുമില്ല, എനിക്ക് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. ഓ, അവനിനിയിപ്പൊ കല്യാണ ചെറുക്കനല്ലേ നന്ദു, അതുകൊണ്ടാ വരാത്തേന്ന് പറയാം. ഈ സമയം നന്ദു പറഞ്ഞു, അതെ, കല്യാണമൊക്കെയാണ്, അപ്പൊ ബോഡിയൊക്കെ ഇത് ഫിറ്റ് ആക്കണ്ടേ, അപ്പൊ അതുകൊണ്ടൊന്ന് എക്സസൈസ് ഒക്കെ ചെയ്യണ്ടേ, വരണ്ടായിരുന്നു എന്ന് ചോദിക്കുക. എന്ത് വർത്താനം ഇവളീ പറയണേ, ഇവളുടെ ഈ സംസാരമൊക്കെ കേട്ട് ഇവൾക്ക് ഒരു വിഷമം ഇല്ലാത്ത പോലെ തോന്നുന്നു. ഇനിയിപ്പോ തനിക്ക് മാത്രമാണ് വിഷമമുള്ളത്, അതോ ഇവള് തന്റെ മുന്നിൽ അഭിനയിക്കുവാണോ? ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി എനിക്ക്. പെട്ടെന്ന് തന്നെ പറഞ്ഞു, അതെ, എനിക്ക് ഒരാളെ കാണാനുണ്ട്, ഞാൻ അങ്ങോട്ട് പോയേക്കോ എന്ന് പറയണം. കൂട്ടുകാരിൽ ഒരാൾ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ഇതെന്തൊരു പോക്കാടാ അനി പോണേ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ? ഒന്നുമില്ലാന്ന് പറയാം. അതെ, കല്യാണമൊക്കെ അല്ലേ, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നാൽ ഇങ്ങനെ കുറച്ചേരം സംസാരിച്ചിട്ട് പോവാം. അത് ശരിയാകത്തില്ല, എനിക്ക് പോണെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അനി അങ്ങോട്ട് പോവാണ്. ആ പോകുന്നതിന് മുമ്പ് നന്ദുവിനെ ഒന്ന് നോക്കുന്നുണ്ട്. നന്ദുവിനാണ് വല്ലാത്ത വിഷമമുണ്ട്.
പക്ഷെ അതൊന്നും നന്ദു മുഖത്ത് കാണിച്ചില്ല. ഉള്ളിലുള്ള വിഷമം മുഖത്ത് കാണിക്കാതെ അവൾ പുഞ്ചിരിക്കുകയോ ചെയ്തേ. അതിൽ പ്രത്യേക കഴിവുണ്ട് നന്ദുവിന്. അങ്ങനെ അനി അങ്ങോട്ട് എല്ലാവരുടെയും യാത്ര അങ്ങോട്ട് പറഞ്ഞു പോവാണ്. ഈ സമയത്ത് കൂട്ടുകാരന്മാരെ ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായി നന്ദു, നിന്റെ മുഖത്തെ വിഷമം എന്താന്ന്. ഇപ്പോഴും നീ അവനെ സ്നേഹിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുക. എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കണേന്ന് ചോദിക്കുക. ദേ എടാ, നിന്നോടൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനിയായിട്ട് യാതൊരു ബന്ധമില്ലെന്ന്. ഞാൻ അവരെ നിങ്ങളെപ്പോലെ ഒരു ഫ്രണ്ടായിട്ട് മാത്രം കരുതുന്നെന്ന്. ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം. അപ്പോൾ വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, എടി നീ എത്രയൊക്കെ അഭിനയിച്ചെന്ന് പറഞ്ഞാലും നിന്റെ മുഖത്തെ വിഷമം ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഏറ്റവും നല്ല ഫ്രണ്ട്സ് എപ്പോഴും അങ്ങനെയാന്ന് പറയാ. പിന്നീട് കാണിക്കുന്നത് അതിന് നേരെ അനാമികനെ കാണാനായിട്ട് ചെല്ലുവാണ്. ഓക്കെ, അപ്പൊ അനാമിക അനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു റോഡ് സൈഡിൽ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനാമിക പറഞ്ഞു, അത്ഭുതമായിരിക്കുന്നു, ആദ്യത്തെ സംഭവം നീ എന്നെ കാണണമെന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ ഞാൻ നിന്നെ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തി എടാ ഒന്ന് കാണണോടാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാ വരുന്നേ. ഇതിപ്പോ അത്ഭുതമായിരിക്കുന്നില്ലെന്ന് പറയാം. അത് പിന്നെ നീ എന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയല്ലേ, അപ്പൊ എനിക്ക് കാണാൻ തോന്നില്ല, അത്ഭുതമൊന്നും ഇല്ലാന്ന് പറയാം. ഇത് കേട്ടത് അനാമിക പറഞ്ഞു, ഓ അതൊക്കെ ശരി തന്നെയാ. പിന്നെ ഇതിനു മുമ്പ് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, നിനക്ക് ഭയങ്കര മാറ്റം ഇപ്പൊ സംഭവിച്ചിരിക്കുന്നു പറയാം. ഈ സമയത്ത് അതിന് പറഞ്ഞു, അല്ലെങ്കിൽ കല്യാണമൊക്കെ ആകുമ്പത്തേനും മാറണ്ടേ. പിന്നെ നിനക്കറിയാലോ, ഞാനാണെങ്കിൽ ഈ വിവാഹം ഇപ്പം വേണ്ടെന്ന് വെച്ച് ഇരുന്ന ഒരാളാ. പക്ഷെങ്കിൽ ഇടിച്ചു കയറി നീ അങ്ങോട്ട് വന്നേന്ന് പറയാം. സാധാരണഗതിയില് പെൺവീട് കാണാൻ ആൺകുട്ടികൾ പോവാറുള്ളത്. ഇതിപ്പോ നേരെ തിരിച്ചല്ലേ ഇവിടെ സംഭവിച്ചേ. ആൺവീട് കാണാനല്ലേ നീ അങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. പെട്ടെന്ന് അനാമി പറഞ്ഞു, അതിലെന്താ ഇപ്പൊ തെറ്റിരിക്കുന്നേ. അല്ല, നിനക്ക് ഇച്ചിരി എടുത്തുചാട്ടം കൂടുതലാന്ന് ഞാൻ പറയരുത്. ഓ എനിക്കിപ്പോ എടുത്തുചാട്ടം കൂടുതലാണല്ലോ. അപ്പം നിന്റെ നന്ദുവോ, അവൾക്കൊരു എടുത്തുചാട്ടം ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഏയ് നന്ദുവിനെ ഇതും തമ്മിൽ കമ്പയർ ചെയ്യില്ല അനാമിക നീയ. കാരണം നന്ദു എന്ന് പറഞ്ഞ് എടുത്തിയാടുന്ന എന്തിനു വേണ്ട, അവള് തെറ്റ് കണ്ടു ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നെ പ്രതികരിക്കും. ഓ അതുകൊണ്ടായിരിക്കില്ലേ നീ തന്നെ പറയാറില്ലേ ഒരു സമയത്ത് 3-4 ആൾക്കാരൊക്കെ ഒരുമിച്ച് ഇടിച്ചിടൂന്ന്. അതെ, അതെന്താ കാരണം എന്തെങ്കിലും അനീതി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് അവൾ പ്രതികരിക്കുന്നത്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിപ്പം നന്ദൂന്ന് മാത്രമല്ല, നയനേച്ചി അങ്ങനെ തന്നെയാ. തെറ്റിന്റെ ഭാഗത്ത് ഒരിക്കലും നിൽക്കില്ല എന്ന് പറയാം. പിന്നെ ഇച്ചിരിയും കൂടെ ഇത് നവ്യേച്ചയാണ്. പക്ഷെ എനിക്ക് ആ നവ്യേച്ചിക്ക് ഇപ്പൊ ഇത്ര മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ട് അനാമി പറഞ്ഞു, അതിപ്പോ അങ്ങനെയാണല്ലോ, നീ എന്ത് വന്നാലും ഇപ്പൊ അവരെ എപ്പോഴും പുകഴ്ത്തി പറയുകയല്ലേ ചെയ്യുള്ളൂ എന്ന് ചോദിക്കാം. അനി പറഞ്ഞു, അതെ ഞാൻ പുകഴ്ത്തി പറഞ്ഞൊന്നും അല്ല അനാമികയെ, ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയാം. ഇത് കേട്ടപ്പോ അനാമിക പറഞ്ഞു, അതെ ഞാന് ഇടയ്ക്കിടയ്ക്ക് നിന്റെ അമ്മേനെ വിളിക്കുമ്പോൾ നിന്റെ അമ്മ പറയാറുണ്ട് നിനക്ക് എന്തോ ഈ കല്യാണത്തിനൊരു താല്പര്യം ഇല്ലാന്ന്. ഇത് കേട്ടപ്പം അനി ചോദിച്ചു, അല്ല നീ അമ്മേനെ വിളിക്കാറുണ്ടോന്ന് ചോദിക്കുകയാണ്. അതെ അമ്മേനെ വിളിക്കാറുണ്ട്. അപ്പൊ നീ അമ്മേനെ കാണാറുണ്ടോ, അമ്മ എന്താ നിന്നോട് വല്ലതും പറഞ്ഞേക്കുന്നേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് ചോദിക്കും. അമ്മ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ഒരു തവണ അമ്മേനെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഞാൻ വന്നായിരുന്നു. വീട്ടിൽ വന്നോ. അതെ, പക്ഷെങ്കിൽ ഞാൻ കണ്ടതെന്നാ നന്ദുവിന്റെ അമ്മേനെ കണ്ടേന്ന് പറയാണ്. ഇത് കേട്ടതും ആകെപ്പെട്ട കൺഫ്യൂഷൻ ആയിപ്പോ എനിക്ക്. എന്നിട്ടോ നീ അവരോട് എന്താ സംസാരിച്ചെന്ന് ചോദിക്കും. ഞാൻ നന്ദുവിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവള് നീ അവളുടെ ബന്ധത്തെ പറ്റിയൊക്കെ. ഓഹോ, അപ്പൊ അങ്ങനെ വരട്ടെ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആന്റിയും ബാക്കി എല്ലാരും പറഞ്ഞു ഇനിയിപ്പം നന്ദുവിന്റെ മനസ്സ് മാറ്റിയതായിരിക്കോ. അതുകൊണ്ടാണോ അവളിപ്പോ തന്നോട് ഇങ്ങനെ പെരുമാറുന്നേ. അല്ലെങ്കിൽ മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അവള്. അപ്പൊ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. എന്താടാ നീ ആലോചിക്കുന്നേ. ഒന്നുമില്ലാന്ന് പറയണം. പിന്നീട് അനി പറഞ്ഞു, അതെ നിനക്കറിയാലോ ഞങ്ങളുടെ വീടിന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ. ആ വീട്ടില് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്ന എന്റെ മുത്തശ്ശനാണ്. പക്ഷെ ഇപ്പൊ കുറച്ചു നാളായിട്ട് മുത്തശ്ശന് വയ്യാത്തോണ്ട് മാത്രമാണ് ഒരു പ്രശ്നമുള്ളത്. എന്നാലും മുത്തശ്ശൻ നല്ല തലയൊടുപ്പോട് കൂടി തന്നെയാ വീട്ടിലിരിക്കുന്നത്. അപ്പം മുത്തശ്ശന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എപ്പോഴും നയനേച്ചി തന്നെയാണ് മുൻപന്തി നിൽക്കുന്നത്. കാരണം നയനേച്ചി ഞാൻ വീട്ടിലെല്ലാവർക്കും കാര്യം തന്നെയാ. ഇത് കേട്ടപ്പോ അനാമി പറഞ്ഞു, എന്താണ് നീ അങ്ങനെ പറഞ്ഞേ. ഓ ഞാനും കൂടെ കയറി വന്നിട്ടുണ്ട് നീ എന്റെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ എന്നൊരു ചിന്തയായിരിക്കും നിനക്കല്ലേന്ന് ചോദിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ആ വീട്ടിലേക്ക് വന്നാണ്ടല്ലോ എന്റെ കാര്യം ഞാനായിരിക്കും ഇനി നിന്റെ മുത്തശ്ശന്റെ കാര്യങ്ങളെല്ലാം നോക്കണേന്ന് പറയാം. ഇത് കേട്ടത് അനി പറഞ്ഞു, അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്ന് പറയാം. പിന്നെ എന്നോടാ കളി, കാരണം എനിക്കറിയാം ഒരു വീട്ടിൽ വന്ന് എങ്ങനെ പെരുമാറണം, എങ്ങനെ കയ്യിലെടുക്കണം എന്നൊക്കെ. പെട്ടെന്ന് അനി പറഞ്ഞു, അതെ നിന്നെ കൊണ്ട് അതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നീ ഒറ്റ പുത്രിയായിട്ട് വളർന്ന, അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ നിനക്കുണ്ടാവും. പക്ഷേങ്കില് അവിടെ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടുകുടുംബം പോലെ എല്ലാവരും താമസിക്കണേ, ആ ബോധ്യം നിനക്കുണ്ടാണെന്ന് പറയാം. അതൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട്. ഇനിയിപ്പൊ നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് ഉറക്കണ്ട. എനിക്കറിയാം, നീ കൂടെ വന്ന് കയറ്, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് പോയിരുന്ന് കുറച്ചു നേരം സംസാരിക്കാന്ന് പറയാം. ഇത് കേട്ടപ്പത്തേനും ശരിയെന്ന് പറഞ്ഞാൽ അനി അവിടെ നിൽക്കും. അപ്പൊ അനിയുടെ മനസ്സുകൂടെ ഒരു പക്ഷെ നന്ദുവിന്റെ മനസ്സിലെ മാറ്റത്തിനാണ് ഇവളായിരിക്കും. ഇവൾ ഇത്രയ്ക്ക് മാത്രം ദുഷ്ടയാണ്. കല്യാണത്തിന് മുമ്പ് ഇവൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കല്യാണത്തിന് ശേഷം എങ്ങനെയായിരിക്കും. എനിക്ക് ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടിയില്ല. പിന്നീട് അനന്തപുരി വീട്ടിൽ ദേവയാനിയും
ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം ജലജ പറഞ്ഞു, അവളെല്ലാം ഇന്ന് ഷർട്ട് സെലക്ട് ചെയ്ത് കൊടുത്തേ, അതുകൊണ്ട് മിക്കവാറും ഇന്ന് ഇത് ഓർഡർ കിട്ടാൻ വഴിയില്ല. ഇത് കണ്ടു, ഇന്ന് നമുക്ക് കിട്ടത്തില്ലെന്ന് പറയണം. ആ സമയം ജയൻ പറഞ്ഞു, നീ എന്തിനാ ജലജ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക. ദേവേനെ പറഞ്ഞു, അവള് പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? പെട്ടെന്ന് മുത്തശ്ശി അങ്ങോട്ട് കടന്നു വന്നേ. മുത്തശ്ശി ചോദിച്ചു, എല്ലാരും എന്താ ഭയങ്കര ചർച്ചയിലാണല്ലോ എന്ന് പറയാം. അതെ, ഇന്നിപ്പം ആദർശ് പോയേക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് മീറ്റിങ്ങിനല്ലേ, കോടികളുടെ ബിസിനസ് തന്നെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അതിപ്പം നായന് ഷർട്ട് സെലക്ട് ചെയ്ത് കൊടുത്തോണ്ട് ആ ഓർഡർ കിട്ടത്തില്ലെന്നാണ് ഏട്ടത്തി പറയണെന്ന് പറയാ. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള്. നീ എന്താ ദേവന് ഇങ്ങനെയൊക്കെ പറയണേ? അവളൊരു ഷർട്ട് സെലക്ട് ചെയ്ത് കൊടുത്തെന്ന് ഓർത്തോണ്ട് ഓർഡർ നഷ്ടപ്പെട്ടു പോകുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അതൊന്നും ഒരു കാരണവശാലും ഇല്ല. പിന്നെ അത് മാത്രമല്ല, നയനമോൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് ഭാഗ്യമായിട്ടാ വന്നേ. അവൾ ഈ വീട്ടിൽ കയറി വന്നതിന് ശേഷം ഈ വീട്ടില് ഓരോ ദിവസം വെച്ചടി ഉയർച്ച ഉണ്ടായെന്ന് പറയാം. ഇത് ദേവേനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ദേവേനി പറഞ്ഞു, പിന്നെ അവളുടെ ഒരു ഇതുകൊണ്ട് മാത്രമല്ല എന്ന് വെച്ചാ ഈ വീട്ടില് ഇത്ര ഉയർച്ച ഉണ്ടായെന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, നീ എന്താടി എപ്പോഴും ഇങ്ങനെ അവളെ തന്നെ കുറ്റപ്പെടുത്തുന്നേ? അവള് നിന്റെ മരുമോളല്ലേ, ആ ബോധ്യം നിനക്കില്ലേന്ന് ചോദിക്കും. ഒരു മരുമോളാണ് പോലും, ഞാൻ അവളെ അതിന് മരുമോളായിട്ട് അംഗീകരിച്ചിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, ഓഹോ അങ്ങനെയാണല്ലേ, അപ്പം ഈ കുടുംബത്തിലേക്ക് കയറി വന്ന് നിന്നെ ഞാൻ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് നീ എനിക്ക് എന്താ അവളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്? അങ്ങനെയാണെങ്കിൽ നിന്നെ അംഗീകരിക്കാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കേട്ടോ ദേവേനി. കാരണം അവളുടെ ഗുണഗണങ്ങളൊന്നും ഇല്ലാത്ത നിന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് മരുമകളായിട്ട്. ഞാൻ വരെ ഇന്ന് വരെ നിന്നെ എതിർത്തൊരു വാക്ക് സംസാരിക്കോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഒരു പോരിനും വന്നിട്ടില്ല. പക്ഷെ നീ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊരിക്കലും അങ്ങനെ ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയാ. ഈ സമയം നയന പൂജാമുറിയിലായിരുന്നു. നയനയ്ക്കണം വല്ലാത്ത ടെൻഷൻ. താൻ ഇന്ന് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. എങ്ങാനും ആ മീറ്റിംഗ് നടന്നില്ലെങ്കിൽ കുറ്റം മുഴുവൻ തന്റെ തലയിലേക്കായിരിക്കും വരാൻ പോകുന്നത്. ആകെപ്പാടെ ടെൻഷൻ. എന്റെ ഭഗവാനെ, ആദർശൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, നീയായിട്ട് അത് ഇല്ലാതാക്കരുത്. ഒരു ഷർട്ടിന്റെ പേരിൽ ഇന്നെങ്ങാനും ആ ഇമ്പോർട്ടന്റ് മീറ്റിങ്ങിനിടയ്ക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാവോ, അല്ലെങ്കിൽ ആ ഓർഡർ കിട്ടാതെ പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അമ്മ തന്നെ മിക്കവാറും എടുത്തിട്ട് പെരുമാറും. അമ്മ മിക്കവാറും അമ്മയുടെ വായി വന്നെല്ലാം പറയും, താൻ ഷർട്ട് സെലക്ട് ചെയ്ത് കൊടുത്തോണ്ടാണ് ഐശ്വര്യം പോയെന്നൊക്കെ പറയും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് മനോരി പ്രാർത്ഥിക്കുക. ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, അല്ല ഇതുവരെയായിട്ടും ആദർശമം വന്നില്ലല്ലോ എന്ന് പറയാം. ജയൻ പറഞ്ഞു, തിരക്കുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും വരാത്തേന്ന് പറയാം. അപ്പോഴാണ് ആദർശ് അങ്ങോട്ട് വരുന്നേ. ആദർശ് അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി വന്നിട്ട് പറഞ്ഞു, അതെ അച്ഛാ, ഇന്നത്തെ ഓർഡർ നമുക്ക് തന്നെ കിട്ടിയെന്ന് പറയാണ്. ദേവേനയുടെ മുഖമാണ് ഇഞ്ചി കടിച്ച കുരങ്ങിന്റെ ഒരു അവസ്ഥ പോലെ പോയി, വല്ലാത്തൊരവസ്ഥയിലെ പോയി. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. മുത്തശ്ശി പെട്ടെന്ന് പറഞ്ഞു, ആഹാ, അപ്പൊ നയനമോളും ഷർട്ട് സെലക്ട് ചെയ്ത് തന്നോണ്ടായിരിക്കും അല്ലേ ഇത് കിട്ടിയതല്ലേന്ന് ചോദിക്കുക. കാരണം ദേവേനിക്കിട്ടൊരു പണി കൊടുത്തത് അത്. ജയൻ പറഞ്ഞു, എന്തൊക്കെയായിരുന്നു ഇവള് പറഞ്ഞുകൊണ്ടിരുന്നേ? നയനമോൾ ഷർട്ട് സെലക്ട് ചെയ്തുകൊണ്ട് അവൾക്ക് ഐശ്വര്യമില്ല, അതുകൊണ്ട് ഇത് നടക്കില്ലെന്നൊക്കെ. ഈ സമയത്ത് ദേവനുടെ മുഖം അങ്ങോട്ട് വല്ലാതെ അവസ്ഥയിലായിപ്പോയി. ഈ നയനയും കൂടെ അങ്ങോട്ട് വന്നു. നയനയോട് പറഞ്ഞു, നിന്റെ സെലക്ഷൻ എന്താണെന്ന് കൊള്ളാന്ന് പറയണേ. നയന പറഞ്ഞു, അതെ, ഞാൻ ഇത്ര സമയം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പകൽ മുഴുവനും, ആദർശേട്ടന് ഈ ഓർഡർ കിട്ടണമെന്ന് പറയാണ്. പെട്ടെന്ന് ആദർശേട്ടൻ മധുരെടുത്ത് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ദേവേനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദേവേനി അതുകൊണ്ട് കഴിക്കുവാണ്. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, അതെ, നീ ഒരു കാര്യം ചെയ്യേ, ഈ സന്തോഷം പങ്കിടാൻ ഭാര്യനും കൂട്ടി മുറിയിലേക്ക് പോ, ഞങ്ങൾക്ക് മനസ്സിലായി നിനക്ക് നിന്റെ സന്തോഷം പങ്കുണ്ടെന്ന് ചെല്ലാൻ പറയണം. അങ്ങനെ നയനെന്നും പറഞ്ഞ് ആദർശനും കൂട്ടി നയനയും കൂട്ടി ആദർശ് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം ദേവേനയുടെ മുഖം കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നേ. ഈ മുത്തശ്ശി പെട്ടെന്ന് ചോദിച്ചു, നീ എന്താ ദേവേനി ഇങ്ങനെ, നീ എന്താ സന്തോഷമില്ലാതെ പോലെ ഇരിക്കുന്നേ? ഓ, ആദർശിന് ഇത്ര നല്ലൊരു ഓർഡർ കിട്ടിയിട്ട് നിനക്കൊരു മുഖത്തിൽ സന്തോഷമൊന്നും ഇല്ലെന്ന് പറയാം. അത് ഞാനെന്നെ അതേ സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം. ജയൻ പറഞ്ഞു, അതെ, അവൾക്ക് ഇരട്ടടി കിട്ടിയ പോലെ എന്റെ അമ്മയെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവള് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആദർശ് ഇന്നത്തെ ഓർഡർ കിട്ടുമെന്ന്. അവൾ മിക്കവാറും ഓർഡർ കിട്ടില്ല എന്നായിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാരണം അവളുടെ മകളെ അങ്ങനെ അവളുടെ മകൾക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റുന്ന അവസരമല്ലേ നഷ്ടപ്പെട്ടു പോയത്, അതിന്റെ ഒരു വിഷമമായിരിക്കും അവളുടെ മുഖത്ത് കാണുന്നതെന്ന് പറയാം. ഈ സമയത്ത് ദേവേനെ പറഞ്ഞു, അത്രയ്ക്ക് എന്നെ കളിയാക്കൊന്നും വേണ്ട ജേട്ടാ. അതെ, എല്ലാവർക്കും അറിയാലോ, 5-6 വയസ്സ് വരെ അവനാണെങ്കിൽ ഒരു അസുഖക്കാരനായിരുന്നു, പോരാത്തിന് ഒറ്റ മോനും. അപ്പൊ എന്നെക്കാളും കൂടുതൽ ആരെങ്കിലും അവനെ സ്നേഹിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കതും കൂടെ സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയം അജയൻ വന്നിട്ട് പറഞ്ഞു, എന്നാലും ഏട്ടത്തേക്ക് ഭയങ്കര വിഷമമായെന്ന് തോന്നിയെന്ന് പറയാം. ജയൻ പറഞ്ഞു, എന്തിനാ വിഷമിക്കട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വിഷമിക്കാൻ മാത്രമേ സമയം കാണത്തുള്ളൂ. ഒരു നല്ല കാര്യം നടക്കുമ്പോൾ എവിടെയും കാണും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഇങ്ങനെ ഓരോരുത്തരെന്ന് പറയാണ്. പിന്നീട് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, ആ ബാഗ് ഇങ്ങ് തരാൻ പറയാണ്. അപ്പൊ നയനയുടെ കയ്യിലായിരുന്നു ബാഗ്.
അതിനകത്ത് നിന്ന് വലിയൊരു ചോക്ലേറ്റിന്റെ ഒരു കവറും എടുത്ത് കൊടുക്കണം. ഇതെന്താ? ഇതേ നിനക്കുള്ള, നിനക്ക് ഞാൻ ഒന്നും തന്നില്ലെന്ന് പറയും, സീറ്റൊന്നും തന്നില്ലെന്ന് പറയണം. ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആണെന്ന് പറയും. ഓഹോ, അപ്പൊ എന്റെ ഇഷ്ടങ്ങളൊക്കെ ആദർശാണ് മനസ്സിലാക്കാൻ തുടങ്ങിയെന്ന് പറയല്ലേ. അത് പിന്നെ അങ്ങനെയാണല്ലോ. കാരണം ഭാര്യയുടെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഭർത്താവിന്റെ കടമയല്ലേ നീ. ഓ അങ്ങനെയാണോ? എന്നിട്ട് അങ്ങനെയല്ല പറഞ്ഞോണ്ടിരുന്നേ. മുത്തശ്ശിന് വേണ്ടിയിട്ടാണല്ലോ എന്നെ സ്നേഹിക്കുന്ന ആള് പറഞ്ഞോണ്ടിരുന്നേ. അതങ്ങനെയൊക്കെ പറയും ഞാന്. ഈ സമയം ആദർശം മനസ്സ് വിചാരിക്കോ, ഇപ്പോഴും ഇവൾക്കൊരു ഉമ്മ കൊടുക്കാനാ തോന്നേ. പക്ഷെ എന്ത് ചെയ്യാനാ, അങ്ങനെ കൊടുത്താൽ ഇവൾ എന്ത് വിചാരിക്കും? അതുകൊണ്ട് മാത്രം കൊടുക്കുന്നില്ല. പിന്നീട് പറഞ്ഞു, അതേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നേ. നയന പറഞ്ഞു, ശരിയാ, അമ്മ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും മകൻ ഈ ഓർഡർ കിട്ടല്ലെന്ന്. കാരണം ഞാൻ ഷർട്ട് സെലക്ട് ചെയ്ത് തന്നോണ്ട് ആദർശാണ് ഈ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാരും എന്നെ പോകത്തില്ലേ. അതമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ലോ. ഈ സമയം ആദർശൻ അതൊക്കെ ശരി തന്നെയാ. പക്ഷെങ്കിൽ അമ്മയെ നിന്നെ എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകണ്ടേ. അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാനായിട്ട് എനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് പറയാം. ഈ സമയം നയന പറഞ്ഞു, അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കണമെന്ന് ആര് പറഞ്ഞു? ആദർശ് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ മുന്നിൽ വെച്ച് നിന്നോട് അധികം സ്നേഹമൊന്നും കാണിക്കാത്തതെന്ന് പറയാം. നയന പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല ആദർശേട്ടാ, ആദർശനെ എനിക്ക് മനസ്സിലാവില്ലേ, ഞാനതുപോലെ നിന്നോളാം, അമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ അങ്ങനെയൊക്കെ നിന്നോളാന്ന് പറഞ്ഞ് നയനയും കൂടെ ഇറങ്ങി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.